അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നാളെ നമ്മുടെ അവസാനത്തെ പരീക്ഷയാണ്. ലിസാനുൽ ഖുർആനാണ് നമ്മുടെ പരീക്ഷ. ലിസാനുൽ ഖുർആൻ അറബിയിലാണ്. മറ്റു വിഷയത്തേക്കാൾ ഒന്നും കൂടെ ശ്രദ്ധ കൊടുത്ത് മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയമാണ് ലിസാനുൽ ഖുർആൻ. ലിസാനുൽ ഖുർആനിൽ നമുക്ക് ഈ പാദവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് 3 പാഠങ്ങളാണ്. ഒന്ന് അജായിബു ഖൽഖില്ലാഹി തആല, ഹാമിദുൻ യുഹിബ്ബു സിറാഅത, അതുപോലെ മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ ഈ 3 പാഠങ്ങളുടെയും ഒരു റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി കേൾക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ പാഠം അജായിബു ഖൽഖില്ലാഹി തആല. വിശാലമായിട്ടൊന്നും പറയുന്നില്ല, അത്യാവശ്യ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് പറയുന്നത്. അജായിബു ഖൽഖില്ലാഹി തആല. അജായിബ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ. ഖൽഖില്ലാഹി തആല, അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ അത്ഭുതങ്ങൾ. ഇതാണ് ഈ പാഠത്തിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇൻതഹൽ ഇംതിഹാനു സനവി ദഹബ ഫാളിലുൻ മഅ വാലിദിഹി. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ദഹബ ഫാളിലുൻ പോയി മഅ വാലിദിഹി, ഉപ്പയുടെ കൂടെ. എന്തിന്? ലിസിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത്, മൃഗശാല സന്ദർശിക്കാൻ വേണ്ടി. അപ്പൊ കണ്ടു. അൽ അസദ. ഇവിടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ പറയുന്ന ഈ വാക്കുകൾ നിർബന്ധമായും പഠിക്കണം. അൽ അസദ്. അസദ് എന്ന് പറഞ്ഞാൽ സിംഹം. അപ്പൊ സിംഹത്തെ കണ്ടു. അതുപോലെ സറാഫത്ത് എന്ന് പറഞ്ഞാൽ ജിറാഫ്. ഇവിടെ ഓൾറെഡി പിക്ചർ ഉണ്ട്, കണ്ടോ, ജിറാഫ്. അതുപോലെ ലബി എന്ന് പറഞ്ഞാല് മാന്. അതുപോലെ വൽ ബബർ എന്ന് പറഞ്ഞാല് കടുവ. അതുപോലെ സാലബ് എന്ന് പറഞ്ഞാല് കുറുക്കൻ. അതിനൊക്കെ കണ്ടു. എവിടെ കണ്ടത്? ഫിൽ അഖ്ഫാസ്. കണ്ടോ, ഇത് കൂടാണ്. അപ്പൊ ഫിൽ അഖ്ഫാസ്, ഈ അഖ്ഫാസിലാണ് കണ്ടത്, കൂട്ടിലാണ് കണ്ടത്. അപ്പൊ അസദ്, സറാഫത്ത്, ലബിയ്, ബബർ, സാലബ്, അതുപോലെ അഖ്ഫാസ്, കൂട്. ഇതെല്ലാം വാക്കർത്ഥങ്ങൾ പഠിക്കണം. സുമ്മ മശാ ഖലീലൻ, പിന്നെ കുറച്ചും കൂടെ നടന്നു. ഫറഅ, അപ്പൊ കണ്ടു. ഇതും പഠിക്കണം. അൽ ബബ്ഗാ. ബബ്ഗാ എന്ന് പറഞ്ഞാല് തത്തയെ കണ്ടു. അതുപോലെ വസ്സഖറ എന്ന് പറഞ്ഞാല് പരുന്തിനെ കണ്ടു. അതുപോലെ വൽ ഹമാമ. ഹമാമത്ത് എന്ന് പറഞ്ഞാൽ പ്രാവിനെ കണ്ടു. അതുപോലെ വൽ അൻദലീബ്, കുയിലിനെ കണ്ടു. എവിടെ? അലൽ അഷ്ജാരി, മരത്തിന് മുകളിൽ. എന്നിട്ട് പറയാണ് ഷറഹൽ വാലിദു ലിബിനിഹി, വാപ്പ കുട്ടിയോട് പറഞ്ഞു, അനിൽ ഹയവാനാതി വത്തുയൂർ, ഈ മൃഗങ്ങളെ കുറിച്ചും പക്ഷികളെ കുറിച്ചൊക്കെ വാപ്പ എന്ത് ചെയ്തു? മകനിക്ക് വിശദീകരിച്ചു കൊടുത്തു. ഫഖാല ഫാദിലുൻ, അപ്പൊ ഫാദില് പറഞ്ഞു, യാ വലദീ, യാ വാലിദി, ഓ എന്റെ ഉപ്പ, അസ്സലബു. അസ്സലബു എന്ന് പറഞ്ഞാൽ കുറുക്കൻ. ഏതുപോലെയാണ്? കൽ കൽബി, നായനെ പോലെ തന്നെയാണ്. വല്ലബിയു, മാനോ കൽ ഗനമി, ആടിനെ പോലെയാണ്. എന്നിങ്ങനെ ആര് പറഞ്ഞു കൊടുക്കാണ്? ഫാദില് പറയാണ്, വാപ്പ എക്സ്പ്ലനേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അലൈസ കദാലിക്, അങ്ങനെ തന്നെ അല്ലേ? ഫഖാലൽ വാലിദു, അപ്പൊ ഉപ്പ പറഞ്ഞു, ബലാ യാ ബുനയ്യ, അതേ മോനെ. വഖദ് ഫഹിംത, നീ പഠിച്ചു, നീ മനസ്സിലാക്കി. അനിൽ ഹയവാനാതി വ അനിത് തുയൂരി, മൃഗങ്ങളെ കുറിച്ചും പക്ഷികളെ കുറിച്ചൊക്കെ നീ മനസ്സിലാക്കി. ജയ്യിദൻ, നല്ല രൂപത്തിൽ. വഹിയ, ഏത്? ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ മിൻ അജായിബി ഖൽഖില്ലാഹി തആല, അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പുകളിലെ അത്ഭുതങ്ങളാണ്. ഇതാണ് നമ്മുടെ പാഠം. ഇനി ഇവിടെ നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഹുറൂഫുൽ ജറിന്റെ ഹർഫുകൾ. നമ്മൾ അറബി ഗ്രാമറിൽ വരുന്ന ഒരു ഭാഗമാണ് ജറിന്റെ ഹർഫുകൾ. ഈ ജറിന്റെ ഹർഫുകളാണ് നമ്മൾ ഇവിടെ പഠിക്കാനുള്ളത്. ഏതെല്ലാമാണ് ജറിന്റെ ഹർഫുകൾ? ഇവിടെ നമ്മൾ കളർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വാക്കായിട്ടാണ് കളർ ചെയ്തിട്ടുള്ളത്. അത് സെപ്പറേറ്റ് മാത്രം കൊടുത്തൊരു ഭാഗമുണ്ട്. ഇതാ, കാഫ്, ക, ലി, ഫി, മിൻ, അൻ, അല. ഇതൊക്കെയാണ് എന്ത്? ജറിന്റെ ഹർഫുകൾ. അപ്പൊ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ അക്ഷരങ്ങൾ പഠിക്കണം. ഇതിനാണ് ഹുറൂഫുൽ ജർ എന്ന് പറയുക. ഏതെല്ലാം? ക, ലി, ഫി, മിൻ, അൻ, അല. ഇതാണ് ഹുറൂഫുൽ ജർ, ജറിന്റെ ഹർഫുകൾ. അപ്പൊ ഈ ഒരു ജറിന്റെ ഹർഫുകൾ മാത്രം വേർതിരിച്ചെടുത്ത് എഴുതാനും അത് മനസ്സിലാക്കലുമാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. എന്താണ് ക എന്നുള്ളതിന്റെ അർത്ഥം? ക എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ള അർത്ഥമാണ്. ഇവിടെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു. അസ്സലബു
കുറുക്കൻ ഏതുപോലെയാണ് കൽ കൽബി കൽ കൽബി. അപ്പൊ ഈ കാഫ് ഏതാണ്? ഹുറൂഫുൽ ജറാണ്. എന്താണ് അതിന്റെ അർത്ഥം? പോലെ എന്നുള്ള അർത്ഥമാണ്. കൽ കൽബി നായനെ പോലെയാണ്. കണ്ടോ? അതുപോലെ അടുത്തത് ലി 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 എന്നുള്ളതിന്റെ അർത്ഥം എന്താ? വേണ്ടി എന്നുള്ള അർത്ഥമാണ്. ഇവിടെ കണ്ടോ? ലി സിയാറത്തി ലി സിയാറത്തി ലി സിയാറത്തി എന്ന് വെച്ചാൽ സന്ദർശിക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി എന്നർത്ഥം. അപ്പൊ വേണ്ടി എന്നുള്ളൊരു അർത്ഥം. ഇനി ഫി എന്ന് പറഞ്ഞാലോ ഇൻ ഇൻ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഇൻ പറയാറില്ലേ? ഇൽ എന്നുള്ള അർത്ഥം. ഇവിടെ ഒരു ഉദാഹരണം വന്നിട്ടുണ്ട്. ഇവരൊക്കെ കണ്ടു എവിടെ? ഫിൽ അഖ്ഫാസ് കൂട്ടില്. അപ്പൊ ഫിൽ അഖ്ഫാസ് കൂട്ടിൽ. അപ്പൊ ഇൽ എന്നുള്ള അർത്ഥത്തിനാണ് ഫി ഉപയോഗിക്കുക. ഇനി മിൻ എന്നുള്ളതോ? മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നുള്ള അർത്ഥമാണ്. ഇൽ നിന്ന് മനസ്സിലായോ? എന്നുവെച്ചാൽ ഇപ്പൊ മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് എന്നൊക്കെ പറയൂലേ? പള്ളിയിൽ നിന്ന്. അത് ശേഷം അതിന്റെ ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ബാസിമു വുളു എടുക്കുന്നു മിനൽ ഹൗളി ഹൗളിൽ നിന്ന് കേട്ടോ. അപ്പൊ ആ ഒരു അർത്ഥത്തിനാണ് മിൻ എന്നുള്ളത്. ഇനി അൻ എന്നുള്ളതോ? അൻ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഓൺ എന്നുള്ള അർത്ഥം എന്ന് വെച്ചാൽ ഒന്നിനെ കുറിച്ച്, ഒരു വിഷയത്തെ കുറിച്ച്. ഇപ്പൊ ബയ്യനൽ വാലിദു ഉപ്പ വിശദീകരിച്ചു കൊടുത്തു അനിൽ ഹയവാനാത്ത് മൃഗങ്ങളെ കുറിച്ച്. അപ്പൊ ഈ അൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? കുറിച്ച്. എന്ത് ഒരു കാര്യത്തിനെ കുറിച്ച് എന്ന് പറയൂലേ? അതിനാണ് അൻ എന്ന് പറയുക. ഇനി അല എന്നുള്ളതോ? ഓൺ മുകളിൽ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ കാഫ് ലി ക ലി ഫി മിൻ അൻ അല ഇത്രയും ഹർഫുകളാണ് ജറിന്റെ ഹർഫുകൾ. ഇത് വിദ്യാർത്ഥികൾ ഇതിന്റെ അർത്ഥത്തോടു കൂടെ തന്നെ നിർബന്ധമായും മനസ്സിലാക്കണം. പിന്നെ ലിസാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ അറബിയുടെ അർത്ഥങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ദഹബ സിനാനു പോയി ലി സിയാറത്തിൽ ഹദീഖ എന്തിന്? മൃഗശാല സന്ദർശിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ കണ്ടോ? ഇവിടെ ലി എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് അസ്സലബു കുറുക്കൻ കൽ കൽബി ഏതുപോലെയാണ്? നായനെ പോലെയാണ്. കുല്ലുഹ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൃഗങ്ങളും തുയൂറുകളും പക്ഷികളും എല്ലാം മിൻ അജാഇബി ഖൽഖില്ലാ അല്ലാഹു തആലയുടെ അത്ഭുതമായ സൃഷ്ടിപ്പുകളിൽ പെട്ടതാണ്. ഇവിടെ അൻ മിൻ എന്നുള്ളതാണ് എന്ത്? ഹുറൂഫുൽ ജർ. ഇനി ഫഹിംത നീ മനസ്സിലാക്കി അനിൽ ഹയവാനാത്ത് മൃഗങ്ങളെ കുറിച്ച്. കണ്ടോ? അൻ എന്നുള്ളത് ഹുറൂഫുൽ ജറാണ്. അൽ അസദു കുറുക്കൻ അല്ല സിംഹം ഫിൽ ഹദീഖ എവിടെയാണ്? സൂലുണ്ട്. അപ്പൊ അൽ അസദു ഫിൽ ഹദീഖ കുറുക്കൻ എവിടെയാണ്? സൂലുണ്ട്, മൃഗശാലയിലുണ്ട്. അപ്പൊ ഫി കണ്ടോ? ഫി എന്നുള്ളത്. അത്തുയൂറു പക്ഷികൾ എവിടെയാണ്? അലൽ അഷ്ജാരി മരത്തിനു മുകളിലാണ്. അപ്പൊ അല എന്നുള്ളത് ജറിന്റെ ഹർഫാണ്. ഇനി ബയ്യനൽ വാലിദു ലി ഇബ്നിഹി ഉപ്പ വിശദീകരിച്ചു കൊടുത്തു ലി ഇബ്നിഹി ആരോട്? കുട്ടിയോട്. അപ്പൊ ലി എന്നുള്ളത്. ഇനി അൽ വബിയു മാൻ കൽ ഗനമി ഏതുപോലെയാണ്? കാഫ് കണ്ടോ? ഷീപ്പ് പോലെയാണ്, ആടിനെ പോലെയാണ്. യതവല്ലഉ ബാസിമുൻ മിനൽ ഹൗദി മിന എന്നുള്ള പ്രയോഗം വന്നു. ഇനി ബയ്യനൽ വാലിദു അനിൽ ഹയവാനാത്ത് അനി എന്നുള്ള പ്രയോഗം വന്നു. അസ്സഅലബു കുറുക്കൻ എവിടെയാണ്? ഫിൽ ഖഫസി ഫിൽ ഖഫസ്. ഖഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിലാണ്. ഇനി അല ഷജറത്തി മരത്തിന് മുകളിലുണ്ട്. ബബ്ഗാഉൻ തത്തയുണ്ട്. അപ്പൊ ഇവിടെ അല എന്ന് വന്നു. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതാണ് ഹുറൂഫുൽ ജർ. ഈ ജറിന്റെ ഹർഫുകൾ നിർബന്ധമായും കുട്ടികൾ പഠിക്കണം. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. നഖ്താറു മിനൽ ഖൗസൈനി വനുകമ്മിൽ. ഈ യോജിച്ച ജറിന്റെ ഹർഫ് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ഈ ജറിന്റെ ഹർഫിന് ശേഷം വരുന്ന ഇതിന് ഹുറൂഫുൽ ജർ എന്ന് പറയും. ഇതിന് ശേഷം പറയുന്നതിനാണ് മജ്റൂർ എന്ന് പറയും. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും കസറായിട്ടാണ് പറയേണ്ടത്. കണ്ടോ? ലി സിയാറത്തി കൽ കൽബി മിൻ അജാഇബി ശേഷമുള്ള പദത്തിന് കസറായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും പറയേണ്ടത്, വായിക്കേണ്ടത്. ഇനി ഇവിടെ നമ്മളൊരു ആക്ടിവിറ്റി തന്നെയാണ്. അൽഹംദു ഡാഷ് ലാഹി. ഇത് നമുക്ക് പരിചയമുള്ള ഒരു വാക്കായതുകൊണ്ട് തെറ്റാൻ സാധ്യതയില്ല. അൽഹംദുലില്ലാ. അപ്പൊ ലി എന്നുള്ള ഹുറൂഫുൽ ജർ വന്നു. ഇനി അടുത്തത് അൽ ബുർത്തുഖാലു ഓറഞ്ച് എവിടെയാണുള്ളത്? ഡാഷ് അസല്ലത്തിന കൊട്ട. അപ്പൊ അൽ ബുർത്തുഖാലു ഓറഞ്ച് കൊട്ടാനാണ്. അപ്പൊ ഓറഞ്ച് കൊട്ടയിൽ എന്നല്ല നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇൽ എന്നുള്ളതിന് ഏതാണ്? ഫി എന്നുള്ളതാണ്. അൽ ബുർത്തുഖാലു ഫിസ്സല്ല. ഇനി അടുത്തത് ഡാഷ് ഡാഷ് അത്താവിലത്തി ബിത്തീഖുൻ മേശക്ക് മുകളിൽ വാട്ടർമെലൺ. അപ്പോ മേശക്ക് മുകളിൽ എന്നുള്ള അർത്ഥമാണ്. അല ത്വാവിലത്തി അല ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി റജഅത് ദാരിസു വിദ്യാർത്ഥി മടങ്ങി എവിടുന്ന്? ഡാഷ് അൽ മദ്രസ മിനൽ മദ്രസ. നമ്മൾ ഫ്രം എന്നുള്ളതിന്റെ മീനിങ് ഏതാ പറഞ്ഞത്? അറബി ഏതാ പറഞ്ഞ? മിന. അപ്പൊ മിന എന്നുള്ള ജറിന്റെ ഹർഫാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി റളിയല്ലാഹു അൻ അഹ്ലിൽ ബദരി. ഇത് നമുക്ക് പരിചയമുള്ള ഒന്നാണ്. റളിയല്ലാഹു അൻ അഹ്ലിൽ ബദർ അൻ അഹ്ലി ബദരിൻ. ഇനി അടുത്തത് ഫിസ്സല്ലത്തി മാൻജ കൊട്ടയിൽ എന്തുണ്ട്? മാങ്ങയുണ്ട്. അപ്പൊ ഫിസ്സല്ലത്തി കൊട്ടയിൽ ഇൽ എന്നുള്ള അർത്ഥത്തിന്. യന്തദിറുൽ ഉമ്മ പ്രതീക്ഷിക്കുന്നു, ഉമ്മ കാത്തിരിക്കുന്നു. എവിടെ? ഫിൽ ബൈത്തി വീട്ടിൽ.
സമിഅത്തുൽ അദാന, ഞാൻ ബാങ്ക് കേട്ടു. എവിടുന്ന്? മിനൽ മസ്ജിദി, മിൻ എന്നുള്ള അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ. ഇനി നദ്ഹബു, ഞങ്ങൾ പോകുന്നു. എന്തിനു വേണ്ടി? ലി സിയാറത്തി ജദ്ദിന, ഞങ്ങൾ വലിയപ്പയെ സന്ദർശിക്കാൻ വേണ്ടി. അപ്പൊ ലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇജറിന്റെ ഹർഫാണ് കൊടുക്കേണ്ടത്. ഇനി അത്തആമു, ഭക്ഷണം എവിടെയാണ്? അത്തആമു എവിടെയാണ്? ഭക്ഷണം എവിടെയാണ്? അലൽ മാഇദ, സുപ്രക്കും മുകളിൽ. അലൽ മായി, സുപ്രക്കും മുകളിൽ, സുപ്ര മേശ. ഇനി അൻത നീ, കൽ ഉസ്താദി, ഉസ്താദിനെ പോലെയാണ്. അൻത കൽ ഉസ്താദി, ഉസ്താദിനെ പോലെയാണ്. അടുത്തത് ഖറഅനാ, ഞങ്ങൾ വായിച്ചു. ഇവിടെ അന്നാണ് വേണ്ടത്. അൻ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെ കുറിച്ച്. അപ്പൊ അവിടെ കുറിച്ച്. അപ്പൊ ഈ ഹുറൂഫുൽ ജർ വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കണം അതിന്റെ അർത്ഥത്തോടുകൂടെ. ഇവിടെ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ഇതുപോലെ അങ്ങനെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് തന്നിട്ട് നമ്മൾ അവിടെ യോജിച്ച പിന്നെ ഈ ജറിന്റെ ഹർഫുകൾ കൊടുക്കാനുണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ മോഡൽ പേപ്പർ ഇതിന്റെ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇനി ഇവിടെ കണ്ട ഒരു പാട്ടുണ്ട്. ഇതിൽ നിന്ന് ഏത് ഈ ഹുറൂഫുൽ ജർ വേർതിരിക്കാനാണ്. അൻത തത്ലു ബൈനന, അതിലില്ല. ഫിൽ കവാകിബി കൽ ബുദൂർ, അപ്പോൾ ഇവിടെ കണ്ടോ ഫി ക ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഇനി തറദ്ദ ലി മൗലൂദിൻ, കണ്ടോ ലി അല്ലാഹു അത്ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റുഅബി. കണ്ടോ ഇവിടെയൊക്കെ എന്തുണ്ട്? ജറിന്റെ ഹർഫുകളുണ്ട്. ഇനി അതുപോലെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു വിഷയമാണ് സിംഗുലർ, പ്ലൂറൽ, മുഫ്രദ്, ജംഅ്. കണ്ടോ ഇവിടെ ഹയവാൻ എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ്. ഹയവാനാത്ത് എന്ന് പറഞ്ഞാലോ മൃഗങ്ങൾ, ജീവികൾ. അപ്പൊ ഇതുപോലെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. സിംഗുലർ തന്നിട്ട് മുഫ്രദ് തന്നിട്ട് നമ്മൾ ജംഅ് ചെയ്താണ്ടാകും. അപ്പൊ അത് വിദ്യാർത്ഥികൾ പഠിക്കണം. ഖഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്. അതിന്റെ പിന്നെ ബഹുവചനം പ്ലൂറലാണ് അഖ്ഫാസ്, കൂടുകൾ. ത്വയ്ർ, പക്ഷി, തുയൂർ, പക്ഷികൾ. ഷജർ, മരം. അഷ്ജാർ, മരങ്ങൾ. ഇബ്ന് എന്ന് പറഞ്ഞാല് കുട്ടി, അബ്ന, കുട്ടികൾ. ഹദീഖത്ത്, തോട്ടം. ഹദായിഖ്, തോട്ടങ്ങൾ. ഈ രൂപത്തിലാണ് അതിന്റെ പ്ലൂറൽ വരുന്നത്. അപ്പോൾ ഈ മുഫ്രദും ജംഉം വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ താഴെ കുറച്ച് ആയത്തുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഹുറൂഫുൽ ജർ കണ്ടെത്താനാണ്. അനിൻ നബഇൽ അളീം പറഞ്ഞേ. ഇതിലേതാണ് ഹുറൂഫുൽ ജർ? അൻ. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, ഇതിലേതാണ് ഹുറൂഫുൽ ജർ? അലാ എന്നുള്ളതാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ഇതിലേതാണ്? ഫീ. ഫസല്ലി ലിറബ്ബിക, ലിറബ്ബിക, ഫലി എന്നുള്ളതാണ് ഹുറൂഫുൽ ജർ. കൽ ഫറാഷിൽ മബ്സൂസ്, ഇവിടെ കാഫ്, കൽ ക എന്നുള്ളതാണ്. കൽ ഇഹ്നിൽ മൻഫൂഷ്, ഇവിടെയും ക. അപ്പോൾ ഈ ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹുറൂഫുൽ ജറാണ്. ക, ലി, ഫി, മിൻ, അൻ, അല. ഇതിന്റെ അർത്ഥത്തോടു കൂടെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുക. പിന്നെ ഇതിൽ വന്ന പ്രധാനപ്പെട്ട വാക്കുകൾ, ഈ മൃഗങ്ങളെ പേരുകൾ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഈ ഉദാഹരണങ്ങളിൽ വന്നിട്ടുള്ള വേർഡുകളൊക്കെ എന്ത് ചെയ്യണം? നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം. ഇനി അടുത്തത് രണ്ടാമത്തെ പാഠം. ഹാമിദുൻ യുഹിബ്ബു സിറാഅ, ഹാമിദ് കൃഷി ഇഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് മുലാരി ആയ ഫിഅലിനെ കുറിച്ചാണ്. ഫിഅല്, മാളി, മുലാരി ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ മുലാരി ആയ ഫിഅലിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കാനുള്ളത്. മുലാരി ആയ ഫിഅലി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നടക്കുന്നതോ അല്ലെങ്കിൽ ഇനി നടക്കാനിരിക്കുന്നതോ ആയ കാര്യം പറയുക. അതിനാണ് മുലാരി ആയ ഫിഅലി എന്ന് പറയാ. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പ്രസന്റ്, ഫ്യൂച്ചർ ടെൻസ് പറയാറുണ്ടല്ലോ. അതാണ് മുലാരി ആയ ഫിഅല്. ഇപ്പോൾ നടക്കുന്നത്, ഇനി നടക്കാനുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് മുലാരി ആയ ഫിഅല് എന്ന് പറയാം. ഈ മുലാരി ആയ ഫിഅല് മനസ്സിലാക്കാനുള്ള ഒരൊറ്റ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ആ ഫിഅല് തുടങ്ങുക യാഉ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ താഉ കൊണ്ടായിരിക്കും. മനസ്സിലായോ? എന്താണ് യാഉ കൊണ്ടും താഉ കൊണ്ടും തുടങ്ങുന്നതിന്റെ വ്യത്യാസം? ആണുങ്ങളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, ആൺകുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അത് യാഉ കൊണ്ട്, എന്ന് വെച്ചാൽ മുദക്കറായ പുല്ലിംഗമായ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അത് യാഉ കൊണ്ട് തുടങ്ങും. ഇനി സ്ത്രീലിംഗമാണെങ്കിൽ അത് താവ് കൊണ്ട് തുടങ്ങും. ഏതായാലും യാവ് കൊണ്ടോ താവ് കൊണ്ടോ തുടങ്ങുന്ന ഫിഅലുകൾ അത് മുലാരി ആയ ഫിഅലുകളായിരിക്കുമെന്ന് പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഹാമിദുൻ താലിബുൻ മാഹിറുൻ, ഹാമിദ് നല്ല മിടുക്കനായ വിദ്യാർത്ഥിയാണ്. യുഹിബ്ബു സിറാഅ, അവൻ എന്ത് ചെയ്യുന്നു? കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇവിടെ ഹാമിദ് ആണായത് കൊണ്ടാണ് ഇവിടെ യുഹിബ്ബു എന്നുള്ള പ്രയോഗം വന്നത്. അപ്പൊ കണ്ട, ഹാമിദ് ആണായത് കൊണ്ട് യുഹിബ്ബു സിറാഅ, അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അബൂഹു സാരിഉൻ, അവന്റെ വാപ്പയും കർഷകനാണ്. യദ്ഹബു സബാഹൻ ഇലൽ മസ്റഅ, രാവിലെ തന്നെ എന്ത് ചെയ്യും? കൃഷിയിടത്തിലേക്ക് പോകും. വയർജിഉ മസാഅൻ, വൈകിട്ട് മടങ്ങും.
ഇനി ഇവിടെ കണ്ടോ, ഉമ്മുഹു അവന്റെ ഉമ്മ റബ്ബത്തുൽ ബൈത്ത്, റബ്ബത്തുൽ ബൈത്ത് എന്നാണ് ഹൗസ് വൈഫ്. തഹതമ്മു ബിൽ മൻസിലി വതുനള്ളിമുൽ ഉമൂറ, വീട് വളരെ പ്രാധാന്യത്തോടെ അതിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. വലിയ ഹാമിദിൻ സദീഖാനി, ഹാമിദിന് രണ്ട് കൂട്ടുകാരുണ്ട്. യുഹിബ്ബാനി അയ്ളൻ, അവരും ഇഷ്ടപ്പെടുന്നു. അസ്സിറാഅ, ഈ കൃഷിയെ ഇഷ്ടപ്പെടുന്നു. യസൂറാനി ഹാമിദൻ യഅമലു ഫിൽ ഹഖ്ലി, വയലിൽ പണിയെടുക്കുന്ന ഹാമിദിനെ അവർ സന്ദർശിക്കും. ഹാമിദുൻ വസദീഖാഹു, ഹാമിദും അതുപോലെ വസദീഖാഹു, ഈ അവന്റെ രണ്ട് കൂട്ടുകാരും യഗ്രിസൂനൻ നബാത, ചെടികൾ നടുന്നു. അതുപോലെ യൽഅബൂന ബഅദൽ അമലി, ഈ പണിക്ക് ശേഷം അവർ കളിക്കുന്നു. വലി ഹാമിദിൻ, ഹാമിദിനെ കൊണ്ട് ഉഖ്താനി, രണ്ട് സഹോദരിമാരുണ്ട്. തദ്റുസാനി, അവർ രണ്ടുപേരും, ആ രണ്ട് സഹോദരിമാരും പഠിക്കുന്നവരാണ്. ഫിസ്സഫിൽ ഖാമിസ്, 5ാം ക്ലാസ്സിൽ. വതുസാഇദാനിൽ ഉമ്മ, ഈ രണ്ട് സഹോദരിമാരും ഉമ്മയെ സഹായിക്കും. അൽ ഉമ്മു വൽ ഉഖ്താനി, ഉമ്മയും ഈ രണ്ട് സഹോദരിമാരും യുറത്തിബിന ഉമൂറൽ ബൈത്തി, വീട്ടിലെ കാര്യങ്ങളൊക്കെ തർത്തീബാക്കും, ക്രമപ്പെടുത്തും. വയസ്റഇന, അവർ കൃഷിയും ചെയ്യുന്നുണ്ട്. എന്ത്? അൽ ഖളറവാത്ത്, പച്ചക്കറികൾ, വെജിറ്റബിൾസ്. എവിടെ? വറാ അൽ മത്ബഖ്, കിച്ചന്റെ ബാക്കില്, അടുക്കളയുടെ പുറകില്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കണ്ടോ, ഇവിടെ കളർ ചെയ്യപ്പെട്ട വേർഡുകൾ യുഹിബ്ബു, യദ്ഹബു, യർജിഉ, അതുപോലെ ഇതെല്ലാം എന്താണ്? മുളാരിയായ ഫീലാണ്. ഇതെല്ലാം കണ്ടോ, ആണിനെ സൂചിപ്പിക്കുന്നതാണ്. ഹാമിദിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ് യുഹിബ്ബു, യദ്ഹബു, യർജിഉ എന്നുള്ളതെല്ലാം. അതുകൊണ്ടാണ് ഇവിടെ യാ കൊണ്ട് തുടങ്ങിയത്. ഇനി ഇവിടെ അതിനുശേഷം ഒരു സെന്റൻസ് പറഞ്ഞല്ലോ, ഉമ്മുഹു റബ്ബത്തുൽ ബൈത്ത്, ഉമ്മ ഹൗസ് വൈഫാണ്. ഇനി അതിനുശേഷം ഉമ്മയെ കുറിച്ച് പറയാണ്. അതുകൊണ്ടാണ് താവ് കൊണ്ട് തുടങ്ങിയത്. തഹ്തമ്മു, അതുപോലെ തുനള്ളിമു. കണ്ടോ, ഇത് രണ്ടും താവ് കൊണ്ട് തുടങ്ങാനുള്ള കാരണം എന്താ? അതിന്റെ മുമ്പ് ഉമ്മയെ പറയപ്പെട്ടിട്ടുണ്ട്. ഇനി വീണ്ടും ഇവിടെ ഹാമിദിന് രണ്ട് കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇപ്പൊ ഇവിടെ എല്ലാം ഹാമിദ് ഒരാളായത് കൊണ്ടാണ് യുഹിബ്ബു എന്നുള്ള പ്രയോഗം നടത്തിയത്. ഇനി ഇവിടെ രണ്ടാളെ പരാമർശിച്ചിട്ട് പറയാണ് യുഹിബ്ബാനി. അപ്പൊ കണ്ടോ, യുഹിബ്ബു, യുഹിബ്ബാനി. അപ്പൊ യുഹിബ്ബാനി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം വരും? രണ്ടാളുകളും ഇഷ്ടപ്പെടുന്നു. കണ്ടോ, യസൂറു, യസൂറാനി, രണ്ടുപേര് പോകുന്നു, സന്ദർശിക്കുന്നു, ആ രൂപത്തിലേക്ക് മാറും. ഇപ്പൊ ഇവിടെ മൂന്നാളായില്ലേ, രണ്ട് കൂട്ടുകാരും ഹാമിദുമായി, മൂന്നാളുകളായി. അപ്പൊ ജംആയി, കുറെ ആളുകളായി. അപ്പൊ അതിന്റെ രൂപം മാറി. കണ്ടോ, യഗ്രിസൂന, യഗ്രിസൂന, അവർ നടുന്നു. അപ്പൊ കുറെ ആളുകളായി, മൂന്നാളുകളായല്ലോ. അപ്പൊ ജംആയി, യഗ്രിസൂന, അവർ നടുന്നു. യൽഅബൂന, അവർ കളിക്കുന്നു. ഇത് നമ്മൾ ഒന്ന് പറയുകയാണെങ്കിലോ, യൽഅബു, ഒരാൾ കളിക്കുന്നു. യൽഅബാനി, രണ്ടുപേർ കളിക്കുന്നു. യൽഅബൂന, കുറെ ആളുകൾ കളിക്കുന്നു. കണ്ടോ വ്യത്യാസം? ഒരാൾ ചെയ്തത്, രണ്ടാളുകൾ ചെയ്തത്, കുറെ ആളുകൾ ചെയ്തത്, ആ രൂപത്തിലേക്ക് ഈ മുളാരിയായ ഫീൽ ഇങ്ങനെ മാറുന്നത് കണ്ടോ? മുഫ്രദ്, മുസന്ന, ജം, ആ രൂപത്തിലേക്ക് മാറും. ഇവിടെ പെണ്ണിനെ സൂചിപ്പിച്ച് പറഞ്ഞല്ലോ, തഹ്തമ്മു, അതുപോലെ തുനള്ളിമു. അതെന്തുകൊണ്ടാണ് താഴെ കൊണ്ട് തുടങ്ങിയത്? നേരത്തെ ഉമ്മയെ പറയപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഉഖ്താനി, രണ്ട് സഹോദരിമാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, തദ്റുസാനി, തദ്റുസാനി. ഒരു പെണ്ണാണെങ്കിലോ തദ്റുസു എന്ന് പറയുള്ളൂ, ഉഖ്താണെങ്കിൽ തദ്റുസു എന്ന് പറയുള്ളൂ. ഇവിടെ ഉഖ്താനി, രണ്ട് സഹോദരിമാരുണ്ട്, അതുകൊണ്ടാണ് തദ്റുസാനി. അപ്പൊ തദ്റുസു, തദ്റുസാനി. ഇനി അതിന്റെ അടുത്ത ഫോം എന്തായിരിക്കും? ഇനി ഉമ്മയും രണ്ട് സഹോദരിമാരും കൂടുമ്പോൾ മൂന്നാളുകളായില്ലേ. അപ്പൊ യദ്റുസ്ന, ആ രൂപത്തിലേക്ക് മാറും. അപ്പൊ തദ്റുസു, ഒരു പെണ്ണ് പഠിക്കുന്നു. തദ്റുസാനി, രണ്ട് പെണ്ണുങ്ങൾ പഠിക്കുന്നു. യദ്റുസ്ന, കുറെ പെണ്ണുങ്ങൾ പഠിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ നേരത്തെ ഇവിടെ യുഹിബ്ബു, യുഹിബ്ബാനി, യുഹിബ്ബൂന എന്ന ആണുങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ യദ്റുസു, തദ്റുസു, തദ്റുസാനി, യദ്റുസ്ന, ആ രൂപത്തിലേക്ക് ഫീലുകൾ മാറും. ഇവിടെ കണ്ടോ, യസ്റഇന എന്നുള്ള ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. തസ്റഉ, തസ്റആനി, യസ്റഇന, ഈ രൂപത്തിലേക്ക് ഇതിന്റെ രൂപം മാറും. അപ്പൊ ചുരുക്കത്തിൽ ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് മുളാരി ആയ ഫീലിനെ കുറിച്ചാണ്. മുളാരി ആയ ഫീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നതോ ഇനി നടക്കാനുള്ളതോ ആയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന, പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് മുളാരി ആയ ഫീൽ എന്ന് പറഞ്ഞാൽ. അതൊരാണ് ചെയ്ത രൂപത്തിൽ പറയുകയാണെങ്കിൽ യാവ് കൊണ്ട് തുടങ്ങും, പെണ്ണിനെ സൂചിപ്പിച്ച് പറയുകയാണെങ്കിൽ താവ് കൊണ്ട് തുടങ്ങും. ഇതാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു തദ്രീബാത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ കണ്ട യുഹിബ്ബു, ഇവിടെ കുറെ മുളാരിയായ ഫീൽ കൊടുത്തിട്ടുണ്ട്. യുഹിബ്ബു, അപ്പൊ യുഹിബ്ബു, ഈ മൂന്ന് രൂപം നമ്മൾ ഒന്ന് സർഫാക്കി നോക്കിയാൽ മതി. ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, യദ്ഹബു, യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന. ഇത് മൂന്നും ഒരാണ് ചെയ്ത പ്രവർത്തനമാണ്. യദ്ഹബു, അവൻ ഒരു പുരുഷൻ പോകുന്നു. യദ്ഹബാനി, അവർ രണ്ട് പുരുഷന്മാർ പോകുന്നു. യദ്ഹബൂന, കുറെ ആളുകൾ പോകുന്നു. യദ്റുസു, അവനൊരു പുരുഷൻ പഠിക്കുന്നു. യദ്റുസാനി, രണ്ട് പുരുഷന്മാർ പഠിക്കുന്നു. യദ്റുസൂന, കുറെ ആളുകൾ പഠിക്കുന്നു. ഇനി കണ്ടോ, ഇത് തദ്ഹബു. ഇതിന്റെ യദ്ഹബു എന്നുള്ളത്, അത് തദ്ഹബു എന്നാകുമ്പോൾ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. തദ്ഹബു, അവളൊരു സ്ത്രീ പോകുന്നു. തദ്ഹബാനി, രണ്ട് സ്ത്രീകൾ പോകുന്നു. യദ്ഹബന, കുറെ സ്ത്രീകൾ പോകുന്നു. ഇവിടെ കണ്ടോ, തദ്റുസു, അവളൊരു സ്ത്രീ പഠിക്കുന്നു. തദ്റുസാനി, രണ്ട് സ്ത്രീകൾ പഠിക്കുന്നു. യദ്റുസന, കുറെ സ്ത്രീകൾ പഠിക്കുന്നു. അപ്പൊ ഇതാണ് വ്യത്യാസം. യദ്ഹബു എന്ന് പറഞ്ഞാലും തദ്ഹബു എന്ന് പറഞ്ഞാലും പോകുന്നു എന്നാണ് അർത്ഥം. പക്ഷെ യദ്ഹബു എന്ന് പറയുമ്പോൾ ആണ് പോകുന്നു എന്നാണ്. തദ്ഹബു എന്ന് പറയുമ്പോൾ സ്ത്രീ പോകുന്നു എന്നാണ്.
ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇത് സർഫാക്കി ഫില്ലാക്കണം. ഇർജിഉ, ഇർജിആനി, ഇർജിഊന. കണ്ടോ? ഇർജിഉ ഒരാൾ മടങ്ങുന്നു, ഇർജിആനി രണ്ടാളുകൾ മടങ്ങുന്നു, ഇർജിഊന കുറെ ആളുകൾ മടങ്ങുന്നു. അപ്പൊ ഇത് ആണിനെ കുറിച്ചാണോ പെണ്ണിനെ കുറിച്ചാണോ? ആണിനെ കുറിച്ച്. കാരണം എന്താ? യാ കൊണ്ടല്ലേ തുടങ്ങിയത്. ഇനി ഇവിടെ പെണ്ണ് തർജിഉ, തർജിആനി, ഇർജിഇന, ഇർജിഇന. ഇവിടെ ഇർജിഊന എന്നല്ല വരിക, പിന്നെ ഇർജിഇന മനസ്സിലാക്കണം. ഇർജിഇന ആ രൂപത്തിലേക്ക് മാറും. യുഹിബ്ബു, യുഹിബ്ബാനി, യുഹിബ്ബൂന. വിദ്യാർത്ഥികൾ സ്വന്തമായിട്ടൊന്ന് എഴുതി പരിശീലിക്കണം. യുഹിബ്ബു, യുഹിബ്ബാനി, യുഹിബ്ബൂന. തുഹിബ്ബു, തുഹിബ്ബാനി, യുഹിബ്ബുന, യുഹിബ്ബുന. യൽഅബു ഇവിടെ ഇനി ഇവിടെ യൽഅബു, ഇവിടെ തൽഅബു എന്നുണ്ടല്ലോ, പെണ്ണിനെ സൂചിപ്പിച്ചിട്ടുള്ള തൽഅബു ഉണ്ട്. അപ്പൊ അത് ആണാണെങ്കിൽ എന്തായിരിക്കും? യൽഅബു, അവനൊരു പുരുഷൻ കളിക്കുന്നു. യൽഅബു, യൽഅബാനി, യൽഅബൂന. തൽഅബു, തൽഅബാനി, യൽഅബ്ന. ഈ രൂപത്തിൽ എന്ത് ചെയ്യണം? ഇതിനെ ഫില്ലാക്കണം. അപ്പൊ മുദാരിയായ ഫീൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് ശരിയായി തിരഞ്ഞെടുത്തതുണ്ട്. അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്റസതി. ഉസ്താദ് മദ്രസയിലേക്ക് എന്നാണ്. അപ്പൊ യദ്ഹബു എന്നുണ്ട്, യസ്റഉ എന്നുണ്ട്, തദ്ഹബു എന്നുണ്ട്. യദ്ഹബു പോകുന്നു, യസ്റഉ കൃഷി ചെയ്യുന്നു, തദ്ഹബു പോകുന്നു. അപ്പൊ ഇവിടെ ഉസ്താദ് ആണായതുകൊണ്ട് ഏത് കൊടുക്കണം? യാ ഉള്ളത് കൊടുക്കണം. അപ്പൊ അൽ ഉസ്താദു യദ്ഹബു, ഉസ്താദ് പോകുന്നു, ഇലൽ മദ്രസ മദ്രസയിലേക്ക്. യസ്റഉ എന്ന് പറഞ്ഞാൽ പിന്നെ കൃഷി ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അത് വരില്ലല്ലോ. ഇനി അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ ഡാഷ് അലൽ മഖഅദ് ഇരിക്കുന്നു. അപ്പൊ രണ്ടാളുകളുണ്ട് ഇവിടെ. തജ്ലിസു എന്ന് പറഞ്ഞാൽ അവൾ ഇരിക്കുന്നു എന്നാണ്. തജ്ലിസാനി അവർ രണ്ട് സ്ത്രീകൾ ഇരിക്കുന്നു. കണ്ടോ? ഇവിടെ ബിൻതാനി സബ്ജക്ട് മാറിയതിനനുസരിച്ച് ഈ വെർബും എന്ത് ചെയ്യണം? മാറണം. അപ്പൊ അൽ ബിൻതാനി തജ്ലിസാനി അലൽ മഖഅദ്. ഇനി അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികളാണ്. രണ്ട് വിദ്യാർത്ഥികൾ. അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ഡാഷ് ദുറൂസഹുമ അവരുടെ പാഠങ്ങൾ, രണ്ടുപേരുടെയും പാഠങ്ങൾ എന്ത് ചെയ്യുന്നു? അവർ പഠിക്കുന്നു. അപ്പൊ അത്വാലിബാനി യദുറുസാനി, യദുറുസാനി എന്നാണ് ഇവിടെ വേണ്ടത്. യദുറുസാനി, അത്വാലിബാനി യദുറുസാനി. ഇനി അടുത്തത് അൽ വാലിദത്തു, അൽ വാലിദത്തു, അൽ വാലിദത്തു ഉമ്മ ഡാഷ് അൽ ഇദാമ, ഇദാമ ഉണ്ടാക്കുന്നു. അപ്പോ അൽ വാലിദത്തു തത്ബഹു, തത്ബഹു കാരണം അവിടെ പെണ്ണല്ല. അപ്പൊ തത്ബഹുൽ ഇദാമ, അൽ വാലിദത്തു തത്ബഹുൽ ഇദാമ. ഇനി അടുത്തത് അർ റിജാലു, അർ റിജാലു പുരുഷന്മാർ ഡാഷ് ബിൽ ഖുറ പന്ത് കൊണ്ട് കളിക്കുന്നു. അപ്പൊ കുറെ ആളുകളുണ്ട്. അപ്പൊ യൽഅബൂന, യൽഅബൂന. ഇനി അൽ ബനാത്തു പെൺകുട്ടികൾ കുറെ ആളുകളുണ്ട്. ഡാഷ് അൽ ജരീദ അവരെന്ത് ചെയ്യാണ്? പത്രം വായിക്കണം. അപ്പൊ കുറെ പെൺകുട്ടികൾ ഉണ്ടായതുകൊണ്ട് യഖറഉ, യഖറആനി, യഖറഊന, തഖറഉ, തഖറആനി, യഖറഇന എന്നുള്ള ഈ ഫോം വരും. യഖറഇന. അപ്പൊ ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? അതിനെ ഫില്ലാക്കേണ്ടത്. ഇനി അടുത്തത് ഇവിടെ മുദക്കർ മുഅന്നസ്. ഇത് മുദക്കർ എന്ന് പറഞ്ഞാൽ ആണ്, ആണ് പുല്ലിംഗം. അൽ മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. യഫ്അലു മുഫ്രദാണ്, ഒരാൾ ചെയ്ത പ്രവർത്തനം. യഫ്അലു എന്ന് പറയുമ്പോൾ അവനൊരു പുരുഷൻ ചെയ്യുന്നു. യഫ്അലാനി രണ്ടാളുകൾ ചെയ്യുന്നു. യഫ്അലൂന കുറെ ആളുകൾ ചെയ്യുന്നു. ഇനി അത് സ്ത്രീ ആണെങ്കിലോ തഫ്അലു, തഫ്അലാനി, യഫ്അൽന ഒരു സ്ത്രീ ചെയ്യുന്നു, രണ്ട് സ്ത്രീകൾ ചെയ്യുന്നു. യഫ്അൽന കുറെ സ്ത്രീകൾ ചെയ്യുന്നു. ഇനി ഇവിടെ അറബിയാക്കാനാണ്. ഇവിടെ പിന്നെ മലയാളത്തിൽ തന്നിട്ടുണ്ട് വിദ്യാർത്ഥി പോകുന്നു, വിദ്യാർത്ഥി പോകുന്നു. അപ്പൊ പോകുന്നു എന്നുള്ളതിന് നമ്മൾ എന്താ പറഞ്ഞത്? യദ്ഹബു എന്നാണ്. അപ്പോ യദ്ഹബു ത്വാലിബു അങ്ങനെ പറയാം, അല്ലെങ്കിൽ അത്വാലിബു യദ്ഹബു ആ രൂപത്തിലും പറയാം. ആദ്യം സബ്ജക്റ്റ് പറഞ്ഞിട്ട് പിന്നെ വെർബ് പറയാം, അല്ലെങ്കിൽ ആദ്യം വെർബ് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ സബ്ജക്റ്റ് പറയാം. രണ്ട് രൂപത്തിലും പറയാം. അത്വാലിബു യദ്ഹബു അങ്ങനെയും പറയാം, അല്ലെങ്കിൽ യദ്ഹബു ത്വാലിബു. അടുത്തത് രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു. ബിന്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി എന്നാണ്. ബിൻതാനി രണ്ട് പെൺകുട്ടികൾ. അപ്പോ അൽ ബിൻതാനി തൽഅബാനി, അൽ ബിൻതാനി തൽഅബാനി, അൽ ബിൻതാനി വിദ്യാർത്ഥികൾ എഴുതി കൊടുത്താൽ മതി. അൽ ബിൻതാനി തൽഅബാനി, തൽഅബാനി എന്തുകൊണ്ടാണ് താ വെച്ച് പറഞ്ഞത്? പെണ്ണായതുകൊണ്ട്. അൽ ബിൻതാനി തൽഅബാനി എന്നുള്ള രൂപത്തിലേക്ക് മാറും. അൽ ബിൻതാനി തൽഅബാനി. ഇനി അടുത്തത് പെൺകുട്ടികൾ മടങ്ങുന്നു. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ബനാത്ത്, അൽ ബനാത്തു, അൽ ബനാത്തു റജഅ മടങ്ങി, യർജിഉ മടങ്ങുന്നു. അത് പെണ്ണാണെങ്കിൽ തർജിഉ, തർജിആനി, യർജിഇന കുറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ സർഫാക്കി നോക്കിയാൽ മതി. അപ്പോ അൽ ബനാത്തു യർജിഇന, അൽ ബനാത്തു യർജിഇന ഈ രൂപത്തിലായിരിക്കും ഇവിടെ അതിന്റെ അറബി. ഇനി രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു, രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു. വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം. അപ്പൊ വലദാനി രണ്ട് ആൺകുട്ടികൾ. അപ്പോ അൽ വലദാനി രണ്ട് ആൺകുട്ടികൾ എഴുതുക എന്നുള്ളതിന്
യക്തുബു, യക്തുബു യക്തുബാനി. അപ്പൊ അൽ വലദാനി യക്തുബാനി അല്ലെങ്കിൽ യക്തുബാനി അൽ വലദാനി, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എഴുതാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോ അൽ വലദാനി യക്തുബാനി, ഈ രൂപത്തിലാണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിംഗുലർ പ്ലൂറൽ, മുഫ്രദ് ജമ, മൻസിൽ വീട്, മനാസിൽ വീടുകൾ, അമ്ര കാര്യം, ഉമൂർ കാര്യങ്ങൾ, നബാത്ത് സസ്യം, നബാതാത്ത് സസ്യങ്ങൾ, ഖലറാ വെജിറ്റബിൾ, ഖലറവാത്ത് വെജിറ്റബിൾസ്. ഇനി ഇതിവിടെ മുഅന്നസ് തന്നിട്ടുണ്ട്, അതിന്റെ മുദക്കർ എഴുതണം. ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ, അതിന്റെ മുഅന്നസ് ഏതാണ്? അബു, അബുൻ. സദീഖത്ത് കൂട്ടുകാരി, അപ്പൊ ഈ ഹാത്താ ഒഴിവാക്കിയാൽ മതി, സദീഖ് കൂട്ടുകാരൻ. ഉഖ്ത് സഹോദരി, അതിന്റെ മുദക്കർ ഏതാണ്? അഖ് സഹോദരൻ. ഇനി ഇവിടെ ഫില്ലാക്കാനാണ് യദ്ഹബു, ഇത് മാദിയാക്കാനാണ്. ഇത് മുലാരിയായ ഫീലുകൾ ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ മാദിയായ ഫീല്. യദ്ഹബു പോകുന്നു, അപ്പൊ പോയി എന്നുള്ളതല്ല, അതിന്റെ മാദിയായ ഫീല് ദഹബ. യർജിഉ റജഅ, യഗ്രിസു ഗറസ, യൽഅബു ലഇബ. അങ്ങനെ അതിന്റെ മാദിയായ ഫീലുകൾ എഴുതുകയാണ് വേണ്ടത്. ഇനി ഇവിടെ കുറച്ച് ആയത്തുകൾ തന്നിട്ടുണ്ട്, അതിലുള്ള മുലാരിയായ ഫീലുകൾ കണ്ടെത്താനാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. യാവ് കൊണ്ട് തുടങ്ങുന്നതൊക്കെ മുലാരിയായ ഫീലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലദീന യുഅ്മിനൂന, അല്ലദീന യുഅ്മിനൂന, കണ്ട യുഅ്മിനൂന. അതുപോലെ വയുഖീമൂന, വയുഖീമൂന. വറഅയ്തന്നാസ എന്നുള്ളതിൽ യദ്ഖുലൂന, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നു, കണ്ടോ. അതുപോലെ തുഹദ്ദിസു, കണ്ടോ, താവ് കൊണ്ട് തുടങ്ങുന്നതും തുഹദ്ദിസു, യുവസ്വിസു. അപ്പോൾ മുലാരിയായ ഫീലിനെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള വഴി യാവ് കൊണ്ടും താവ് കൊണ്ടും തുടങ്ങുന്നത് മനസ്സിലാക്കിയാൽ മതി. ഇനി അവസാനത്തെ പാഠം അദ്ദർസു സാലിസ്, മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം മാസങ്ങളെ പേര് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ എണ്ണൽ സംഖ്യകൾ 1, 2, 3 അങ്ങനെ 12 വരെ അതിന്റെ അക്കങ്ങളും അത് അറബിയിൽ പറയുന്ന രൂപങ്ങൾ. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഒന്നാമത്തെ എന്ന് പറയാറുണ്ടല്ലോ, ആ ഒരു പ്രയോഗം അറബിയിൽ എങ്ങനെയാണ് എന്നുള്ളതും ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാ ഭാഷയിലുണ്ട്. ഒന്ന് ഫസ്റ്റ്, ഒന്നാമത്തെ. അതുപോലെ മലയാളത്തിൽ ഒന്നാമത്തെ എന്നതുപോലെ അറബിയിൽ എങ്ങനെയാണ് പറയുക, അതാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ അറബി മാസങ്ങളെ പേരും എണ്ണലുമായി ബന്ധപ്പെട്ട എണ്ണൽ സംഖ്യകൾ, അതുപോലെ പിന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് വായിക്കാം. ഖാലൽ ഉസ്താദു യാ തുല്ലാബി ഹാദാ ഷഹ്റു റബീഉൽ അവൽ. ഉസ്താദ് പറയാണ്, എന്റെ വിദ്യാർത്ഥികളെ, ഹാദാ ഷഹ്റു റബീഉൽ അവൽ, ഇതേത് മാസമാണ്? റബീഉൽ അവലാണ്. ഫീഹി വലിദ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിലാണ് നമ്മുടെ മുത്ത് നബി ജനിച്ചത്. വഹാദ ഷഹ്റു ഷഹ്റുൻ സാലിസുൻ മിൻ അശ്ശുഹൂരിൽ ഹിജ്രിയ്യ, ഈ മാസം ഉണ്ടല്ലോ, വഹാദ ഷഹ്റു, ഈ മാസം, ഷഹ്റുൻ സാലിസുൻ മിൻ അശ്ശുഹൂരിൽ ഹിജ്രിയ്യ, ഹിജ്റ കലണ്ടറിലെ അനുസരിച്ച് മൂന്നാമത്തെ മാസമാണ്. അപ്പൊ നബിയിൽ ചോദിക്കാണ്, യാ ഉസ്താദി ഫി അയ്യി യൗമിൻ ഉലിദ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് ദിവസത്തിലാണ് മുത്തനബി ജനിച്ചത്? അപ്പൊ ഉസ്താദ് പറയാണ്, ഫി യൗമി സാനി അശർ, ഫി യൗമി സാനി അശർ, 12ാമത്തെ ദിവസത്തിലാണ്. ഇനിയോ നബിയിൽ ചോദിക്കാണ്, യാ ഉസ്താദി മാ ഹുവ അവ്വലു ഷഹ്റിൻ മിന ശുഹൂരിൽ ഹിജ്രിയ്യ, ഹിജ്റ കലണ്ടറിൽ ആദ്യത്തെ മാസം ഏതാണ്? ഉസ്താദ് പറയാണ്, ഹയ്യ നുലാഹിൽ അൽ ജദ്വൽ അല്ലാത്തി വനദുറുസ് അസ്മാ അശ്ശുഹൂരി ലിസനത്തിൽ ഹിജ്രിയ്യ. താഴെ നമുക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ട്, അതിൽ എന്ത് ചെയ്യാം, എല്ലാം പഠിക്കാം. അശ്ശുഹൂറുൽ ഹിജ്രിയ്യ, ഹിജ്റ മാസങ്ങൾ. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ അറബിയിൽ 1, 2, 3, 4, 5 അങ്ങനെ 12 വരെ എങ്ങനെ എഴുതിയത് എന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ഇനി 1 എന്നുള്ളതിന് അറബിയിൽ നമ്മൾ എന്താ പറയാ? അൽ അവൽ, ഒന്നാമത്തത്. ഇവിടെ ഒന്നാമത്തെ എന്നുള്ള അർത്ഥമാണ്, ഫസ്റ്റ്. അപ്പോ അൽ അവൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ. ഇവിടെ 1 എന്നുള്ള അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്, 1 എന്ന് പറഞ്ഞാൽ 1. ഇനി അൽ അവലു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ. അപ്പൊ ഒന്നാമത്തെ മാസം ഏതാണ്? മുഹറമുൻ. 2 അസാനി, രണ്ടാമത്തെ ഏതാണ്? സഫർ. 3 അസാലിസു, മൂന്നാമത്തെ ഏതാ? റബീഉൽ അവൽ. അങ്ങനെ ഇതെല്ലാം റബീഉ, അൽ ഖാമിസു, അസാദിസു ഏതുവരെ? ഹസാനി അഷറ, 12ാമത്തെ. ഈ രൂപത്തിലാണ് ഇവിടെ. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ വേറെ പറയുന്നുണ്ട്, അൽ അദദുൽ അസ്ലി എങ്ങനെ? 1, 2, 3, 4 അതെങ്ങനെ പറയേണ്ടത്? വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ, സിത്ത, സബഅ, സമാനിയ, തിസ്അ, അശറ, അഹദശറ, ഇസ്നാശറ, സലാസശറ, അർബഅശറ, ഖംസശറ 15 വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാഹിദുൻ എന്ന് പറഞ്ഞാൽ 1. ഇനി അൽ അവ്വലു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ. രണ്ടും വ്യത്യാസമുണ്ട്. 1
വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന്, അൽ അവ്വലു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ, രണ്ട് രണ്ടാമത്തെ, മൂന്ന് മൂന്നാമത്തെ. അപ്പൊ വിദ്യാർത്ഥികൾ ഇതും ഈ അൽ അദദുൽ അസ്ലിയും അതുപോലെ അൽ അർഖാം, ഈ അക്കങ്ങൾ എങ്ങനെ 1 മുതൽ 15 വരെയുള്ള അക്കങ്ങൾ എങ്ങനെ എഴുതുക അതും, അതുപോലെ അൽ അദദു തർത്തീബിയു അതും എന്ത് ചെയ്യണം, ഈ അദദുൽ അസ്ലിയും അദദു തർത്തീബിയും ഈ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എന്നർത്ഥം കിട്ടാൻ എങ്ങനെയാണ് അതും വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. വാഹിദുൻ എന്നുള്ളതിന്റെ അൽ അവ്വലു, ഇസ്നാനി എന്നുള്ളതിന്റെ അസാനി, ആ രൂപത്തിലുള്ള വ്യത്യാസവും വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ നുലാഹിദുൽ അയ്യാമ വശുഹൂറ വ അഹമ്മിയതഹ. അൽ അയ്യാമു അശുഹൂറു അൽ അഹമ്മിയത്ത്, ദിവസങ്ങൾ മാസങ്ങൾ, എന്താണ് അതിലെ പ്രത്യേകത. അൽ ആഷിർ, അൽ ആഷിർ. അപ്പൊ അൽ ആഷിർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമ്മൾ പഠിച്ചു അൽ ആഷിർ എന്ന് പറഞ്ഞാൽ 10ാമത്തെ എന്നാണ് ഇവിടെ അർത്ഥം പറയേണ്ടത്. അപ്പൊ അൽ ആഷിറു 10ാമത്തെ മാസം ഏതാണ്, അത് മുഹറമുൻ, മുഹറമാണ്. എന്താണ് അതിലെ പ്രത്യേകത, സൗമു ആഷുറ, ആഷുറ നോമ്പുള്ള മാസാണ്. ഇനി അടുത്തത് അസാനി അഷറ, 12ാമത്തെ മാസം ഏതാണ്, റബീഉൽ അവ്വലാണ്. അസാനി അഷറ 12ാമത്തെ ദിവസം, ഇത് ദിവസങ്ങളാണ്. അസാനി അഷറ 12ാമത്തെ ദിവസം, ഏത് മാസം ഏതാണ്, റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിലെ 12ാമത്തെ ദിവസം. എന്താണ് പ്രത്യേകത, മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ജന്മദിനം. ഇനി അടുത്തത് അൽ ഹാദി അഷറ, അൽ ഹാദി അഷറ 11ാമത്തെ ദിവസം, ഏത് മാസത്തിലെ, റബീഉൽ ആഖിറിലെ 11ാമത്തെ ദിവസം. എന്താ പ്രത്യേകത, വഫാത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ വഫാത്ത്. ഇനി അസ്സാബിഉ വൽ ഇശ്റൂൻ 27ാമത്തെ ദിവസം, ഏത് മാസത്തിൽ, അഷ്ഹൂർ റജബ് മാസത്തിൽ. എന്താ പ്രത്യേകത, മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മിഅ്റാജ് നടന്ന ദിവസം. ഇനി അസ്സാബിഉ അഷർ 17ാമത്തെ ദിവസം, ഏത് മാസത്തിൽ, റമദാൻ മാസത്തിൽ. എന്താ പ്രത്യേകത, യൗമു ബദരിൻ, ബദർ യുദ്ധം നടന്ന ദിവസം. ഇനി അൽ അവ്വലു 1ാമത്തെ ദിവസം, ഷവ്വാൽ മാസത്തിൽ. എന്താ പ്രത്യേകത, ഈദുൽ ഫിത്റാണ്, ചെറിയ പെരുന്നാളാണ്. ഇനി അത്താസിഉ 9ാമത്തെ ദിവസം, ഏത് മാസത്തിൽ, ദുൽഹിജ്ജയിൽ, യൗമു അറഫ, അറഫ ദിവസമാണ്. അപ്പൊ അൽ ആഷിറു 10ാമത്തെ ദിവസം, ദുൽഹിജ്ജയിലെ 10ാമത്തെ ദിവസം ഏതാണ്, ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ. ഇവിടെ വിദ്യാർത്ഥികൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇവിടെ ഒന്നാമത്തെ എന്നുള്ള അർത്ഥമാണ്, ഇതാ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയാ, അൽ അദദു തർത്തീബി എന്ന് പറയാ. അപ്പൊ ഈ അദദുൽ അസ്ലിയും 1 2 3 ആ അദദുൽ അസ്ലിയും ഈ നമ്പറിങ് അൽ അർക്കാം അതും, അതുപോലെ അദദു തർത്തീബി ഈ അൽ അവ്വലു അസാനി, ഒന്നാമത്തെ രണ്ടാമത്തെ, ആ രൂപത്തിൽ 3 വ്യത്യാസങ്ങളും വിദ്യാർത്ഥികൾ പഠിക്കണം. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, കണ്ടേ, സഫർ മാസം അത് എത്രാമത്തെ, ഹിജറ കലണ്ടർ അനുസരിച്ച് എത്രാമത്തെ മാസമാണ്, സഫറുൻ. കണ്ടോ, സഫർ ഏത് മാസമാണ്, സഫറുൻ അഷ്ഹറു സാനി. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സഫർ ഏത് മാസമാണ്, അഷ്ഹറു സാനി, 2ാമത്തെ മാസമാണ്. ഇനി റമദാനോ, അഷ്ഹറു താസിയ, റമദാൻ ഏത് മാസ, റമദാൻ അഷ്ഹറു താസിയ 9ാമത്തെ മാസമാണ്. ഇനി ഏതാ, 12 എന്ന് പറഞ്ഞ അക്കത്തിൽ 12 എന്ന് എഴുതിയിട്ടുണ്ട്, അത് ഇവിടുന്ന് കണ്ടെത്തണം. അസാനി അഷർ 12. അവ്വലു ഷുഹൂരി, മാസങ്ങളിൽ ഏറ്റവും ആദ്യത്തെ 1ാമത്തെ മാസം ഏതാണ്, മുഹറമാണ്. അൽ ആഷിറു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 10, അതെന്താണ്, യൗമു ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ ദിവസം. ഇനി യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഏതാണ്, അത് അൽ യൗമു സാദിസ്, 6ാമത്തെ ദിവസമാണ്. ഇനി ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ പൂരിപ്പിക്കണം. ഇവിടെ അക്കങ്ങൾ തന്നിട്ടുണ്ട്, അർക്കാമ് തന്നിട്ടുണ്ട്. ഇനി അതിന്റെ അദദുൽ അസ്ലിയും അതുപോലെ അദദു തർത്തീബിയും നമ്മൾ എഴുതണം. അപ്പൊ നമ്പർ 1 വാഹിദുൻ അൽ അവ്വലു. പിന്നെ 3 എന്നുള്ളത് എന്താണ് നമ്മൾ പറയാ, അസ്സലാസത്തു, 3 അസ്സലാസത്തു. ഇനി അതിന്റെ അദദു തർത്തീബി എന്താണ്, അസ്സാലിസു എന്നുള്ളതാണ്, അസ്സാലിസു. ഇനി ഇവിടെ സലാസത്തുൻ എഴുതിയാലും മതി, സലാസത്തുൻ, പിന്നെ അസ്സാലിസു. ഇനി 5 എന്താ നമ്മൾ പറയാ, ഹംസത്തുൻ. ഇനി അതിന്റെ അൽ ഖാമിസ്. അപ്പൊ ആ രൂപത്തിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളതും കൂടെ ഫില്ലാക്കണം. ഇനി അവസാനത്തേത്, നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു അൽ അദദ തർതീബിയ വനഖുത്തു തഹ്തഹ. താഴെയുള്ള ഖുർആനിക ആയത്തുകളിൽ നിന്ന് നമ്മൾ പറഞ്ഞ അൽ അദദ തർതീബിയെ കാണാനും അത് അണ്ടർലൈൻ ചെയ്യാനുമാണ്. വഅന അവ്വലുൽ മുഅ്മിനീൻ, ഇവിടെ അവ്വലു. സാനിയ സ്നൈനി, ഇവിടെ സാനിയ. ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അപ്പൊ സാലിസു. സയഖൂലൂന സലാസത്തു റാബിഉഹും എന്നുള്ളത്. വൽ ഖാമിസത്തു, അതുപോലെ
വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും എന്നുള്ളത്. ഇതാണ് 4ാം ക്ലാസ്സിലെ റിവിഷൻ, ലിസാനിന്റെ ഒരു റിവിഷൻ, ഫുൾ റിവിഷൻ. അള്ളാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വിദ്യാർത്ഥികൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.